3 ദിവസം നീണ്ട കഥകളി ഉത്സവത്തിന് മുംബൈയിൽ തിരിതെളിഞ്ഞു. ഇതര ഭാഷക്കാരടങ്ങുന്ന കലാസ്വാദകർക്ക് ആദ്യ ദിവസം അരങ്ങിലെത്തിയ കുചേലവൃത്തം കഥകളി വേറിട്ട അനുഭവമായി മാറി. 3 ദിവസം നീണ്ട കഥകളി ഉത്സവത്തിന് മുംബൈയിൽ തുടക്കമായി. ബാന്ദ്രയിലെ രംഗ് ശാരദ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 7:30 മുതൽ ചേർത്തല ശ്രീ 40 കലാകേന്ദ്രമാണ് കുചേലവൃത്തം, പ്രഹ്ലാദചരിതം, കിരാതം എന്നീ കഥകളികൾ അവതരിപ്പിക്കുന്നത്. ഇതര ഭാഷക്കാരടങ്ങുന്ന കലാസ്വാദകർക്ക് ആദ്യ ദിവസം അരങ്ങിലെത്തിയ കുചേലവൃത്തം കഥകളി വേറിട്ട ദൃശ്യാനുഭവമായി. കലാനിലയം രാജശേഖര പണിക്കർ, കലാനിലയം മനോജ് കുമാർ, കലാനിലയം വിനോദ് കുമാർ തുടങ്ങിയ കലാകാരന്മാരാണ് മുംബൈയിൽ മലയാള നാടിൻ്റെ പെരുമ പകർന്നാടിയത്. നല്ല അനുഭവമാണ്. നല്ല ആസ്വാദകരുള്ള ഒരു വേദിയായിരുന്നു. പ്രതികരണം അതുപോലെ തന്നെ നോക്കണം. നല്ല കുട്ടിക്കാലത്ത് കണ്ട കഥകളിയെ നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ കാണാനായ സന്തോഷം പങ്കുവയ്ക്കുകയായിരുന്നു KPMG ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സച്ചിൻ മേനോൻ. ഒരു മഹത്തായ എൻ്റെ അനുഭവമാണ്. ആഫ്റ്റർ എ ലോങ് ടൈം കഥകളി കണ്ടിട്ട് വർഷങ്ങളായി. ഇത് നമ്മുടെ ചെറുപ്പകാലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്ന പ്രതീതിയാണ്. കഥകളിയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഇത്തരം വേദികൾ നിമിത്തമാകുമെന്ന് കേന്ദ്രീയ നായർ സാംസ്കാരിക സംഘ് മഹാരാഷ്ട്ര അധ്യക്ഷൻ ഹരികുമാർ മേനോൻ പറഞ്ഞു. തീർച്ചയായും വളരെ നല്ല അനുഭവം. കാരണം കഥകളി എന്നുള്ള ആ കല, പ്രത്യേകിച്ച് ബോംബെ പോലുള്ള ഒരു മഹാനഗരത്തിൽ ഇതുപോലെ ഇരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത് വളരെ നല്ലൊരു അനുഭവമാണ്. ശൈലജ ഫൗണ്ടേഷനാണ് 3 ദിവസം നീണ്ട കഥകളി ഫെസ്റ്റിവലിനായി വേദിയൊരുക്കിയത്. കഥകളിയെ മുംബൈയിൽ പോപ്പുലർ ആക്കിയെടുക്കുക, അതിനു വേണ്ടിയിട്ടൊരു കഥകളി ക്ലബ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവരെയൊക്കെ വീണ്ടും ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും. കണ്ടവരെല്ലാവരും ഒരു കഥകളി ഫാൻസായി മാറി. മുംബൈയിലൊരു കഥകളി ക്ലബ്ബാണ് അടുത്ത ലക്ഷ്യമെന്ന് പ്രതാപ് നായർ പറഞ്ഞു. മുംബൈയിൽ പുതിയൊരു കഥകളി സംസ്കാരത്തിനാണ് ഇന്ന് തിരിതെളിഞ്ഞിരിക്കുന്നത്. പ്രേംലാൽ, കൈലി ന്യൂസ്, മുംബൈ.